പറഞ്ഞത്. തിരുവല്ലയിലാണ്. ഞാൻ പിന്നെ ഓയിൽ കൊണ്ട് കൊടുത്തു. അതുപോലെ അതിന് പിന്നെ എന്റെ അപ്പച്ചി പണ്ട് അപ്പച്ചി ഇവിടെ വന്ന സമയത്ത് ഞാൻ നമ്മുടെ ഒരു നോവേദന ജെല്ല് വെറുതെ കൊടുത്തായിരുന്നു. അപ്പച്ചി ഇതൊന്നും ഇരിക്കട്ടെ, അത്യാവശ്യം വരുമ്പോ ഒന്ന് ഉപയോഗിച്ച് നോക്കും എന്നും പറഞ്ഞുകൊണ്ട് എന്റെ ഒരു സമ്മാനമായിട്ട് തന്നെ ഇരുന്നോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചു. പിന്നെ മോളെ, എനിക്ക് മോൾ അന്ന് തന്നില്ലേ ആ ഓയിൻമെന്റ് വളരെ നല്ലതാണ്, അതെനിക്ക് പിന്നെ എങ്ങനെയാ മോളെ ഒന്ന് തരുന്നത്, എനിക്കത് വേണമായിരുന്നു. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം തമ്പലക്കാടാണ് അപ്പച്ചിയും ചിറ്റപ്പനും താമസിക്കുന്നത്. ഞാൻ പിന്നെ കൊറിയർ ചെയ്ത് കൊടുത്ത് നോവേദന ജെല്ല് ഞാൻ അതിന്റെ കൂട്ടത്തിൽ ചാമ്പ്യോയിൽ ഉപയോഗിച്ചിട്ട് അതും നമ്മുടെ തുളസി ഡ്രോപ്സും അതും നമ്മുടെ ഇൻഹെയിലറും എല്ലാം കൂടെ വെച്ച് കൊറിയർ ചെയ്ത് കൊടുത്തു. അവർക്കും വളരെ സന്തോഷമായി, നല്ല പ്രയോജനം ആവുന്നുണ്ട്, ഇത്തിരി വേദനയ്ക്കൊക്കെ ആശ്വാസമുണ്ട് കുഞ്ഞെ എന്ന് എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ച് പറഞ്ഞു. പിന്നെ അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് ഏഴംകുളത്തുണ്ട്, പുള്ളിക്കാരിക്ക് ഇതുപോലെ ടെൻഷൻ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ ഫൈബ്രസ് ഉണ്ട്, അത് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അവരിപ്പോഴും ഫൈബ്രസ്, പിന്നെ ഞാൻ ന്യൂട്രിലൈഫ് കൊടുത്തു, മുരിങ്ങ കൊടുത്തു, അതെല്ലാം കണ്ടിന്യൂസ് അവരും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ നമ്മുടെ അടുത്ത ഒരാള് ഒരു സ്ഥിരം കിടപ്പാണ്, അപ്പൊ വയറ്റിൽ നിന്ന് പോവാൻ വലിയ ബുദ്ധിമുട്ട്. അപ്പം ഞാൻ ലിവാഗീനും കൊടുത്തു, നമ്മുടെ ഫുൾ ആൻഡ് ഈസിയും കൊടുത്തു. അത് കഴിക്കാത്ത അവർക്കും അത് പിന്നെ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട്, അപ്പം നല്ലതാണ്, ഒരു കുഴപ്പമില്ല, അത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഞാൻ 8, 9, 10 ക്ലാസ് പഠിച്ച് 10th പഠിച്ച് ഫേസ്ബുക്ക് വഴി എന്നെ തേടി നടന്ന് പിടിച്ച് ഒരു കൂട്ടുകാരിയെ കിട്ടി. അപ്പം ഇങ്ങനെ ഓരോന്ന് സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഈ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്. അന്നേരം പറഞ്ഞു അയ്യോ ഞാൻ എന്തുവാന്ന് ചോദിച്ചു. അപ്പൊ ഇതവൻ പറഞ്ഞു അതൊക്കെ ഞാന് അവരുടെ ആരോ ഉണ്ട്, ഞാൻ അതെല്ലാം കഴിക്കുന്നുണ്ട്, നമ്മുടെ ഈ ഗ്രൂപ്പിൽ തന്നെ എന്ന് പറഞ്ഞു. അപ്പൊ അവരും വളരെ സന്തോഷമാണ്. അത് കേട്ടപ്പോ എന്നോട് പറഞ്ഞ എനിക്ക് അറിയാം, നല്ല പ്രോഡക്റ്റുകളാണ്, എല്ലാം നല്ലതാണ്, അത് നീ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാനും അതിനകത്തില് അവർക്കും അതിന്റെ ആ ഒരു സന്തോഷം പറഞ്ഞപ്പോ നമുക്ക് അതിനകത്തില് ഒരു ഇത് തോന്നി. നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് എപ്പോഴും നല്ല അഭിപ്രായമേ ആൾക്കാർ പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട്. പിന്നെ അതുപോലെ എനിക്ക് നമ്മുടെ ഇൻഹെയിലർ അത് വളരെ ആൾക്കാർ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് എന്നോട് അത് സ്ഥിരമായി വാങ്ങിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ പ്രോഡക്റ്റുകൾ ക്യൂടെക്സ്, പിന്നെ ലിപ്സ്റ്റിക്ക് ഒക്കെ കൊടുത്തവരൊക്കെ പറഞ്ഞു നല്ല സാധനമാണ്. അതും പിന്നെ ഞാൻ കൊടുത്തു, ആൾക്കാർക്കൊക്കെ കൊടുത്തു. അതിപ്പം പിന്നെ ഉള്ളത് പറയാന് പിന്നെ അനിൽ മാഷ് പറയും സ്റ്റിക്ക് ചെയ്തു പോവൂ, നമ്മൾ എന്തൊരു കാലത്തും വിജയിക്കാതിരിക്കത്തില്ല എന്ന് പറയുന്നത്. ഇപ്പൊ എന്റെ കൂടെ ജോയിൻ ചെയ്തവരൊക്കെ ഹൈ ലെവല് റാങ്കിലൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷെ അപ്പൊ ഞാൻ ഓർത്ത് ഇങ്ങനെ പിന്നെ എനിക്ക് ഞാൻ ഒരു നാളെ എത്തും എന്നുള്ള ഒരു വിശ്വാസത്തോട് തന്നെ ഞാൻ മുൻപോട്ട് പോകുന്നു. പിന്നെ ഇന്ന് സുനീഷ് സാറിന്റെ ഒക്കെ സപ്പോർട്ട് എനിക്ക് ഉണ്ടായിരിക്കും എന്ന് എനിക്കറിയാം, ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് എന്റെ ഇതെല്ലാം കേട്ട് എല്ലാവർക്കും എന്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സാറേ നമസ്കാരം. താങ്ക് യു പ്രസന്ന മാഡം. എന്തായാലും മോർണിംഗിൽ വന്ന് ഇത്രയും നല്ല റിസൾട്ട് പറഞ്ഞതിന് ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. അടുത്ത ആളിലേക്ക് നമുക്ക് പോകാം. അടുത്ത നമ്മുടെ ജോസഫ് സാറാണ്, കട്ടപ്പന സ്വദേശിയായ ജോസഫ് സാറിനെ ക്ഷണിക്കുന്നു. ജോസഫ് സാർ ഉണ്ടോ? ജോസഫ് സാർ കേൾക്കാം സാറേ? കേക്കാം സാറേ, കേക്കാം. ഗുഡ് മോർണിംഗ് സാറേ. ഗുഡ് മോർണിംഗ് ജോസഫ് സാറേ, ഗുഡ് മോർണിംഗ്. ഞാന് എല്ലാവർക്കും, ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ആദ്യം തന്നെ ഗുഡ് മോർണിംഗ് പറയുന്നു. അതുപോലെ തന്നെ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന സുനിൽ സാറ്, സന്തോഷ് സാറ്, എബ്രഹാം കുര്യൻ സാറ് എന്നെ ഒരു ഒരു മകനെ പോലെ കൂടെ നിർത്തി ഈ ബിസിനസ് അവസരം എനിക്ക് പറഞ്ഞു തരികയും ഞങ്ങൾ വഴിയിൽ നിന്ന് കണ്ടുമുട്ടിയ ഒരു സന്ദർഭമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു തന്ന ചെറിയ രീതിയിലൂടെ ഈ ബിസിനസിന്റെ അവസരങ്ങളെ കുറിച്ചും പിന്നെ ഇതിന്റെ പ്രൊഡക്റ്റിന്റെ ഗുണങ്ങളെ കുറിച്ചും സാർ എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ട് 1 വർഷം ആകുന്നതേ ഉള്ളൂ. അങ്ങനെ എൻ്റെ 1 വർഷം ആയി. എൻ്റെ ഒരു സുഹൃത്തിന് ഞാൻ ഈ പ്രൊഡക്റ്റ് കൊടുത്തു.
സുഹൃത്തിന് പ്രൊഡക്റ്റ് കൊടുത്ത് അവന്റെ മുടി വളരുന്നില്ലായിരുന്നു. മുടിയും വളരാതെ വന്നപ്പോ അവന് നമ്മുടെ ബൃങ്കരാജ് ഓയിലും അതേപോലെ തന്നെ ന്യൂട്രൽ ലൈഫും കൂടെ കൂട്ടി കൊടുത്തായിരുന്നു. അപ്പൊ ന്യൂട്രൽ ലൈഫ് കൂട്ടി കൊടുത്ത് അവനത് കഴിക്കുകയും തലയിൽ എണ്ണ പുരട്ടുകയും ചെയ്തതിലൂടെ അവൻ പറയുകയുണ്ടായത് അവന്റെ മുടിക്ക് നല്ല സോഫ്റ്റ് ആയി. മറ്റേ കല്ല് പോലെ ഇരുന്ന മുടിയായിരുന്നു, മുടി സോഫ്റ്റ് ആയി. അതുപോലെ തന്നെ വയറിനകത്ത് ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. എന്തായാലും ന്യൂട്രൽ ലൈഫ് കഴിച്ചപ്പോഴത്തേനും അവന്റെ വയറിനകത്തെ ഗ്യാസിന്റെ പ്രശ്നങ്ങൾക്ക് മാറ്റം കിട്ടിയെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പിന്നെ വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു കൂട്ടുകാരന് അവന്റെ കൊച്ചിന് ഭയങ്കര പനിയായിരുന്നു. അപ്പൊ അവനിങ്ങനെ ആശുപത്രി കൂടി ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരുന്നപ്പോ അവന് ഇതുപോലെ എന്നോട് ഇങ്ങനെ സംസാരിച്ചപ്പോ ഞാൻ അവനോട് പറഞ്ഞൊരു കാര്യം ചെയ്തൊരു സാധനമുണ്ട്, കവചപ്രാശവും കഫ് സിറപ്പും പിന്നെ മറ്റേ തുള്ളിയും പിള്ളേർക്ക് കൊടുക്കുന്ന മറ്റേ ട്രിപ്സ് ഉണ്ടല്ലോ, അതൊരു കൂട്ടി അവന് കൊടുത്തിട്ട് പറഞ്ഞു കൂട്ടി കൊടുക്കുകയും ചെയ്തു. അപ്പൊ അത് അവന് കൊടുത്ത് കൊച്ചിന് നല്ലൊരു മാറ്റം കിട്ടി. അതേപോലെ തന്നെ എനിക്ക് നല്ല ജലദോഷമായിരുന്നു. നല്ല ജലദോഷം എന്ന് പറഞ്ഞാൽ മൂക്ക് എനിക്ക് ഭയങ്കര അലർജി പോലെയായിരുന്നു. എനിക്ക് അലർജി ഭയങ്കര തുമ്മലായിരുന്നു. അപ്പൊ എന്നോട് സുനിൽ സാറും സന്തോഷ് സാറും ഈ പറഞ്ഞ എബ്രഹാം കുര്യൻ സാറും കൂടെ ചേർന്ന് എന്നോട് സംസാരിച്ചു. ഇതുപോലെ സാറേ ഇത് ഉപയോഗിക്കുക, ആവി പിടിച്ച് ഈ റോളോ ഇൻഹീലർ ഉപയോഗിച്ച് ആവി പിടിക്കുക, ആന്റി അലർജിയുടെ ഇത് ചെറുതും കൂടെ കൂട്ടി കഴിക്കുക. പിന്നെ ബ്ലഡ് പ്യൂരിഫയർ തന്നായിരുന്നു, അതിന്റെ കൂടെ കവചപ്രാശവും കൂടെ കൂട്ടി എനിക്ക് സാറ് തന്നായിരുന്നു. അങ്ങനെ കഴിക്കുക, അത് മാറിക്കോളും, കുറവ് കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ഏതായാലും ഉപയോഗിച്ച് എന്റെ അലർജിക്ക് നല്ലൊരു മാറ്റം എനിക്കുണ്ടായി. അതിന് ഞാൻ 1000 നന്ദി ദൈവത്തിന് പറയുന്നു. അതുപോലെ തന്നെ ഈ സാറിനെ എനിക്ക് കണ്ടുമുട്ടാനുണ്ടായ ഒരു ഭാഗ്യവും തന്നെ ദൈവാനുഗ്രഹം തന്നെയാണ്. എനിക്ക് ഇന്ന് ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ എല്ലാ കാര്യങ്ങളും, എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചാൽ തന്നെ എബ്രഹാം കുര്യൻ സാറായാലും സുനിൽ സാറായാലും സന്തോഷ് സാറായാലും കൂടെ നിന്നുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് കൂടെ നിന്ന് ചെയ്യുന്നു. അതുപോലെ തന്നെ എനിക്ക് 100-400 മൂടി ചെടി ഉണ്ടായിരുന്നു, ചെടിക്ക് മരുന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് സാറ് പറഞ്ഞു തന്നു, അത് ചെയ്തു. അതുപോലെ തന്നെ പുതിയ ടെക്നോളജി പ്രകാരം അനുസരിച്ച് ഞാനൊരു 10-50 മൂട് ഏലം നമ്മുടെ വളം ഉപയോഗിച്ച് മാറ്റി ചെയ്യുന്നുണ്ട്. അങ്ങനൊക്കെ ഈ ബിസിനസ്സിലൂടെ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് ഒരുപാട് കാര്യങ്ങള് പഠിക്കുവാനും, അതായത് നമ്മള് എന്താണ് ഈ ലോകത്ത് നമുക്ക് നമ്മുടെ ശരീരത്തിന് വേണ്ടുന്നതായിരിക്കുന്ന ഒരുപാട് ഗുണങ്ങളുള്ള സപ്ലിമെന്റുകൾ ഉണ്ട് എന്ന് പോലും ഈ ബിസിനസ്സിലൂടെ വന്ന് എനിക്ക് അറിയുവാൻ സാധിച്ചു. അത് എനിക്ക് വലിയ സന്തോഷമുള്ള ഒരു കാര്യം തന്നെ. അതുകൊണ്ട് ഈ ബിസിനസ് മുമ്പോട്ട് ചെയ്യുവാൻ തന്നെ ഞാൻ ആഗ്രഹിച്ചും നിൽക്കുന്നു. അതുപോലെ തന്നെ ചെയ്യുന്നു, കൊടുക്കുന്നുണ്ട്. അപ്പം കൂടെ എന്നെ എപ്പോഴും കൂടെ നിർത്തി സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് എന്താ സാറേ അച്ഛന്റെ റിസൾട്ട് അച്ഛന്റെ റിസൾട്ട് പപ്പായ്ക്ക് ഇതേപോലെ തന്നെ സോറിയാസിന്റെ അസുഖമായിരുന്നു. പപ്പയുടെ അസുഖത്തിന് ഒരുപാട് പ്രൊഡക്റ്റ്, അതായത് നമ്മുടെ കഴിക്കാത്ത പ്രൊഡക്റ്റുകൾ ഒന്നുമില്ല. എനിക്ക് എല്ലാത്തിന്റെയും പേരുകൾ അറിയത്തില്ല, എന്നാൽ തന്നെയും കുറെ ഞാൻ കവചപ്രാശം ഉണ്ടായിരുന്നു, സ്പിർലിന ഉണ്ടായിരുന്നു, 95 ഉണ്ടായിരുന്നു, പിന്നെ ബ്ലഡ് പ്യൂരിഫയർ, ഡെയിലി ഡീടോക്സ്, പിന്നെ ഷാംപൂ, പിന്നെ ചാമ്പിത്തൈലം, ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളെല്ലാം തന്നെ എൻ്റെ പപ്പ ഒരു 6 മാസം ഇപ്പോഴും കഴിക്കുന്നുണ്ട്. എന്തായാലും ഒരു 6 മാസം മുടങ്ങാതെ കഴിച്ചിട്ട് പപ്പയുടെ ദേഹത്തുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു 3 മാസത്തോളം നമ്മുടെ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് ഇപ്പോഴത്തേന് ഒരു 1.5 മാസം 2 മാസം കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ പപ്പായ്ക്ക് ഈ സോറിയാസിന്റെ അസുഖം കയ്യേലെയും കാലേലെയും തലയിലെയും എല്ലാം ഭയങ്കരമായിട്ട് കൂടിയിട്ട് ഇങ്ങനെ പൊട്ടാൻ തുടങ്ങുന്ന ഒരു അനുഭവം, പിന്നെ ഭയങ്കര വേദനയൊക്കെ ആയിരുന്നു. അങ്ങനെ സാറിനോട് പറഞ്ഞു, സുനിൽ സാറും സന്തോഷ് സാറിനെ വിളിച്ചിട്ട് ഇതുപോലെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേനെ സാറ് പറഞ്ഞു, സാറേ ധൈര്യമായിട്ട് കഴിച്ചോ, അകത്ത് കിടക്കുന്ന എല്ലാം പുറത്തു പോകും, പുറത്തു പോയിട്ട് നല്ല അത് കോശങ്ങൾ കയറി വരുന്നതിനനുസരിച്ച് ഇത് കുറഞ്ഞോളും, ധൈര്യമായിട്ട് കൊടുക്ക് സാറ്, പേടിക്കണ്ട എന്ന് പറഞ്ഞ് പിന്നെ വേറെ എന്നാ മാർഗം, നമ്മൾ പേടിച്ചാകെ ഇനി വേറൊരു ആശുപത്രിയിലോട്ട് എങ്ങനെ പോകും എന്നൊക്കെ ഓർത്ത് പേടിച്ചിരുന്നപ്പോ സാറിന്റെ ഉറപ്പും പ്രകാരം വീണ്ടും നമ്മൾ അത് കണ്ടിന്യൂസ് ചെയ്തു. ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേന് ഈ പ്രൊഡക്റ്റ് നന്നായിട്ട് ശരിക്കും പപ്പയുടെ ശരീരത്തിലേക്ക് പ്രവർത്തിച്ച് കൂടിയതുപോലെ തന്നെ ചെറുതായിട്ട് കുറയാൻ തുടങ്ങി. അങ്ങനെ ആ അസുഖം കുറഞ്ഞു വന്ന് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്ത് ചെറിയ പാടുകൾ മാത്രമേ ഉള്ളൂ, എന്നാലും
ഇതിന്റെ എന്തെങ്കിലുമൊക്കെ ഉള്ളിലുണ്ടെങ്കിൽ അങ്ങ് പോട്ടെ എന്നുള്ളൊരു കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ 8 മാസമായിട്ട് പപ്പ പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു വലിയ പ്രശ്നം, അതായത് കൈക്കകത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയുടെ വിരല്, കൈയുടെ ഉള്ളം, പിന്നെ തല, ചെവി, ദേഹം മൊത്തം എന്ന് പറഞ്ഞ പോലെ തന്നെ ഉണ്ടായിരുന്നു. ഇങ്ങനെ തുടക്കമായിരുന്നു, എന്നാലും ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ മലം പോകത്തില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം ഒത്തിരി റിക്കവറായി. ഇന്നിപ്പം ധൈര്യമായിട്ട് എല്ലാ ഫുഡും കഴിക്കുന്നു. അങ്ങനെ ഈ ഒരു പ്രൊഡക്റ്റ് ദൈവാനുഗ്രഹം തന്നെ പറയാം. പേടിച്ചെങ്കിലും പേടികൾ മാറ്റി നമുക്ക് ധൈര്യമായിട്ട് ഈ ബിസിനസ്, ഈ പ്രൊഡക്റ്റുകൾ നമുക്ക് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കാനും മൂവ് ആവാനും ചെയ്യാൻ പറ്റുന്ന രീതിയിലൂടെ ഈ പ്രൊഡക്റ്റിന്റെ മഹത്വവും മഹിമയും നമുക്ക് എടുത്തു കാണിക്കാൻ തക്ക വിധം എന്റെ വീട്ടിൽ എന്റെ പപ്പായും, അതേപോലെ തന്നെ ഞങ്ങൾ ഒരുമിച്ച് ഈ പറമ്പില് കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ വേറെ കുറച്ച് പേർക്ക് പ്രൊഡക്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഏത് പ്രോഡക്റ്റ് ചൊറിച്ചിലിന്, ശരീരം ചൊറിയണേന്, ശരീരം ചൊറിയുന്നതിന് ആന്റി അലർജി ആണ്? ഏതൊക്കെ കൊടുത്ത കോമ്പിനേഷൻ? കോമ്പിനേഷൻ മാഡം പറഞ്ഞ ഇടയ്ക്ക് ചോദിക്കരുത്, ദയവ് ചെയ്ത് ചോദിക്കരുത്. ഓക്കെ, സാർ കണ്ടിന്യൂ ചെയ്തു. ഞാൻ കോമ്പിനേഷൻ ആന്റി അലർജി കൊടുത്തായിരുന്നു, 95 കൊടുത്തായിരുന്നു, ബ്ലഡ് പ്യൂരിഫയർ ഉണ്ടായിരുന്നു, ഡെയിലി ഡിറ്റോക്സ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സ്പിറുലിന ഉണ്ടായിരുന്നു. ഒരുപാട് പ്രൊഡക്റ്റുകൾ കൂട്ടിയാ കൊടുത്തിരിക്കുന്നത്. നമുക്ക് അന്നേരം ഏതിന്റെ അകത്തൂടെയാണ്, ഏതിന്റെ കുറവാണെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. എന്തായാലും ഇതിങ്ങനെ പലതും കൂട്ടി കഴിച്ചത് കൊണ്ട് തന്നെയാണ് നമുക്ക് അത്രയും വലിയൊരു മാറ്റം കിട്ടിയത്. അതുപോലെ തന്നെ നമ്മള് വേറെ എന്റെ പേരും അങ്ങനെ കുറെ ഐറ്റംസുകൾ ഒത്തിരി ഉണ്ടായിരുന്നു. കുറെ ഏറെ ക്യാപ്സൂളുകൾ കൂട്ടിയാണ്, പ്രോബയോട്ടിക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കൂട്ടിയാണ് നമ്മൾ കൊടുത്തത്. ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നതും അങ്ങനൊക്കെ തന്നെയാണ്. അപ്പൊ അങ്ങനെ തന്നെ ഈ ബിസിനസ്സിലൂടെ തന്നെ നമ്മുടെ പപ്പായ്ക്ക് നല്ല റിസൾട്ട് കിട്ടി. പിന്നെ നമ്മുടെ അടുത്തുള്ളവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്, തലവേദനയ്ക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പം കൊടുത്തേക്കുന്നു. പിന്നെ റിസൾട്ടുകളായി വരുന്നതിനനുസരിച്ച് ഞാൻ വീണ്ടും ഇതുപോലെ തന്നെ മീറ്റിങ്ങിലേക്ക് വന്ന് അറിയിച്ചോളാം. അതുപോലെ എനിക്ക് ഈ ബിസിനസ്സിൽ ഹൃദയം നിറഞ്ഞ ഒരുപാട് സ്നേഹം, അതായത് എന്റെ സുനിൽ സാറിനോടും സന്തോഷ് സാറിനോടും എബ്രാഹിം കുര്യൻ സാറിനോടും ഒരുപാട് ഒരുപാട് ഒരുപാട്, അതായത് മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്നത് പോലെ മാതാപിതാക്കളാണ് നമ്മളെ ദൈവത്തെ കുറിച്ച് പഠിപ്പിച്ചു തരുന്നത്. അതേപോലെ തന്നെ നമ്മള് ഗുരുക്കന്മാരാണ് നമ്മളെ ദൈവത്തെ കുറിച്ച് പഠിപ്പിച്ചു തരുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത, എനിക്ക് എപ്പോഴും എൻ്റെ ഒരു ചേട്ടനെ പോലെ, അച്ഛനെ പോലെ, അമ്മയെ പോലെ കൂടെ നിന്ന് ഇവര് 3 പേര് 100% സപ്പോർട്ട് തന്ന് എല്ലാ കാര്യങ്ങളും ധൈര്യം കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന ഇവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അതേപോലെ തന്നെ എന്നെ കേട്ട ഈ ഗ്രൂപ്പിലുള്ള എല്ലാ ഡിസ്ട്രിബ്യൂട്ടർമാരെയും ലീഡർമാരെയും എല്ലാം ദൈവം ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തുവാനായിട്ട് ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ